എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം കേട്ടോ. നമുക്ക് കേരളീയരുടെ ഇഷ്ട വിഭവമായിട്ടുള്ള മത്തി ഉപയോഗിച്ചിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു കറിയാണ് ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. കുഞ്ഞുള്ളി മത്തി പിന്നെ വളരെ ടേസ്റ്റിയാണ്. നമ്മൾ സാധാരണ മത്തിക്കറി വെക്കുന്നതിലും അല്പം കൂടി വെറൈറ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. വളരെ പെട്ടെന്ന് തയ്യാറാക്കാനായിട്ട് പറ്റുകയും ചെയ്യും കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മളെ പറമ്പിൽ തന്നെ ഇതേ കുറച്ച് തൊണ്ടമുളക് ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ തക്കാളി, പിന്നെ പച്ചമുളക് അതൊക്കെ നമ്മൾ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ കുഞ്ഞുള്ളി മത്തി എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും കുറച്ചധികം ചെറിയുള്ളി വേണം കേട്ടോ. നമ്മൾ മത്തി എടുക്കുന്നതിനനുസരിച്ച് പിന്നെ ചെറിയുള്ളി നമ്മൾ ഇതിൽ കൂടുതൽ ചേർക്കുന്നുണ്ട് കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും പിന്നെ എന്താ പറയുക, ഒരു പ്രത്യേക തരം രുചിയാണ് കേട്ടോ. ഞാൻ വെറുതെ പറയല്ല, നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. ഇത് കുഞ്ഞുള്ളി എല്ലാം ഞാൻ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കറിവേപ്പിലയും കൂടി വേണം കേട്ടോ. പിന്നെ ഇത് എല്ലാം ഇതുണ്ടോ ചെറിയുള്ളി, ഞാനിപ്പോൾ ഒരു 10-25-30ഓളം ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ഒരു എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക്, ഞാനിപ്പോൾ തൊണ്ടമുളക് നമ്മളെ പറമ്പിൽ ധാരാളം ഉള്ളത് കൊണ്ട് തന്നെ അതിൽ നിന്ന് കുറച്ചെടുത്തു. പിന്നെ കടയിൽ നിന്ന് വാങ്ങിച്ച 5-6 പിന്നെ പച്ചമുളക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കുഞ്ഞുള്ളിയൊക്കെ ക്ലീൻ ചെയ്ത ശേഷം നന്നായിട്ട് കഴുകി എടുക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ ഉള്ളിയും തക്കാളിയും എല്ലാം തന്നെ നല്ല വൃത്തിയായിട്ട് തന്നെ നമ്മൾ ക്ലീൻ ചെയ്ത ശേഷം ഒന്ന് കഴുകി എടുക്കണം കേട്ടോ. അതുപോലെ തന്നെ 2 തരം മുളക് എടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല സ്പൈസി ആയിട്ടുള്ളൊരു കറിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ 2 തരത്തിലുള്ള മുളക്, നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന മുളകിന് അത്ര തന്നെ കണ്ട് എരിവില്ല കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ വീട്ടിലുള്ള തൊണ്ടമുളകും കൂടി എടുത്ത് ഇതിന് അത്യാവശ്യം നല്ല എരിവുണ്ട് കേട്ടോ. അപ്പോൾ അത് വെളുത്തുള്ളിയും എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് നല്ല വൃത്തിയായിട്ടൊന്ന് പിന്നെ ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഇത് നമ്മൾ ചോറിൻ്റെ കൂടെയാണെങ്കിലും അതുപോലെ തന്നെ അപ്പത്തിൻ്റെ കൂടെ പിന്നെ ചപ്പാത്തിൻ്റെ കൂടെയും കപ്പേൻ്റെ കൂടെയൊക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ. സാധാരണ നമ്മൾ വെക്കുന്ന മത്തിക്കറിയായിട്ട് ഇതിനെ പിന്നെ താരതമ്യം ചെയ്യരുത്, കാരണം അതുപോലെ ഗംഭീര രുചിയാണ് കേട്ടോ. ഇതുവരെ നിങ്ങൾ തയ്യാറാക്കാത്തവരാണ് മസ്റ്റായിട്ട് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതുപോലെ അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. ഇത് നമ്മൾ ചെറിയുള്ളി എല്ലാം എടുത്തു. ചെറിയുള്ളി വേണമെങ്കിൽ നമുക്കിങ്ങനെ മുഴുവനായിട്ട് ഇട്ടിട്ട് പിന്നെ വഴറ്റിയെടുക്കാം. അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ കട്ട് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഓരോ ഉള്ളിയും ഒരു 2-3 ആക്കി ഒന്ന് കട്ട് ചെയ്തിട്ട് ഇത് കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഓരോ ഉള്ളി കേട്ടോ. ഇപ്പോൾ ഇങ്ങനെയാണ് ഞാൻ എടുക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വെളുത്തുള്ളിയും പിന്നെ ഇഞ്ചിയും പിന്നെ ആ ഒരു തൊണ്ടൻ മുളകും കൂടി നമുക്കൊന്ന് ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ വലിയ മുളക് നമ്മൾ ഗ്രീൻ ചില്ലി നമ്മളൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. തക്കാളിയും പൊടിയായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മൾ സ്പെഷ്യലായിട്ട് 2 സാധനം ചേർക്കുന്നുണ്ട്. അത് നമ്മൾ നന്നായിട്ട് വറുത്തെടുക്കണം കേട്ടോ. ഇത് കണ്ടില്ലേ, ഉലുവ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉലുവ നമ്മളെടുത്തിട്ട് അത് നന്നായിട്ട് വറക്കണം. നന്നായിട്ട് മുരിഞ്ഞ് വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ ഒരു 1/4 ടീസ്പൂണിലും കുറവ് പെരിഞ്ജീരകം കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇതാണ് ഈ ഒരു കറീനെ സ്പെഷ്യലാക്കുന്നത്, ഗംഭീരമായിട്ടുള്ളൊരു ടേസ്റ്റ് കൊടുക്കുന്നത്. അതുകൊണ്ട് ഇത് സ്കിപ്പ് ചെയ്യരുത്. പിന്നെ നിങ്ങൾ കാണുമ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കണം. എന്നാൽ മാത്രമേ ഈ ഒരു ടേസ്റ്റ് നിങ്ങൾ കറിക്ക് പൂർണ്ണമായിട്ട് കിട്ടുള്ളൂ കേട്ടോ. അല്ലാതെ സ്കിപ്പ് ചെയ്ത് കാണരുത്. പിന്നെ ഇതിലേക്ക് നമ്മൾ ഈ ഒരു മസാലക്കൂട്ട് ഉണ്ടാക്കുമ്പോഴത്തേക്കും ആദ്യം നമ്മൾ ഈ ഒരു മത്തി ഒന്ന് തിരുമ്മി വെക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് പുളിവെള്ളം വേണം. അതിന് വേണ്ടിയിട്ട് പുളിക്ക് ആവശ്യത്തിനുള്ള, അപ്പോൾ നിങ്ങൾ വാളംപുളി ആണെങ്കിൽ അത് പിഴിഞ്ഞെടുക്കുക. ഞാനിവിടെ കുടംപുളി ഉപയോഗിക്കുന്നതുകൊണ്ട് അതൊരു 3 പീസ് ഇട്ടിട്ട് വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നന്നായി വറുത്ത് വന്നിട്ടുള്ള പെരുംജീരകവും അതുപോലെ തന്നെ നമ്മളുടെ ഉലുവയും കൂടി പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേ പുളിവെള്ളം ഇവിടെ റെഡിയായി. അതിൻ്റെ ഒപ്പം തന്നെ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ ഇത് കണ്ടില്ലേ ഇതുപോലെ ഒന്ന് പേസ്റ്റാക്കി അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അത് ആദ്യം ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് തന്നെ നമ്മൾ ഒരു 1/4 ടീസ്പൂണിലും കൂടുതൽ അളവ്, ഒരു 3/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി, അതുപോലെ ഒരു ടീസ്പൂൺ അളവിൽ എരിവുള്ള മുളക് പൊടി, പിന്നെ ഒരു 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി. ഈ എല്ലാ പൊടികളും നമ്മളിപ്പോൾ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ച തൊണ്ടമുളക് ഉണ്ടല്ലോ അതും കൂടി അരച്ചതിലേക്കാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിന് ആവശ്യത്തിന് ഉപ്പ്, പിന്നെ നമ്മളിപ്പോൾ പൊടിച്ചെടുത്തിട്ടുള്ള ഉലുവ വറുത്ത് പൊടിച്ചതും അത് ആ കൂടെ തന്നെ പെരുംജീരകം ഉലുവയും കൂടി വറുത്ത് പൊടിച്ചതും കൂടി. ഇനി ഇതിലേക്ക് വെള്ളം കൂട്ടിയിട്ട് പിന്നെ ഈ ഒരു കൂട്ട് മിക്സ് ചെയ്തെടുക്കരുത് കേട്ടോ. വെള്ളം കൂട്ടുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് പോകും. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വാളംപുളി ഉപയോഗിക്കുന്നവരാണെങ്കിൽ വാളംപുളീൻ്റെ പിഴിഞ്ഞിട്ട് ആ ഒരു കൂട്ടിൽ വേണം ഇത് മിക്സ് ചെയ്യാൻ. ഇപ്പം ഞാൻ കുടംപുളി ഉപയോഗിക്കുന്നതുകൊണ്ട് ആ ഒരു പിന്നെ എന്താ പറയുക, ആ ഒരു പുളീൻ്റെ തിളപ്പിച്ചെടുത്ത ആ ഒരു വെള്ളം ഉണ്ടല്ലോ, അപ്പോൾ അതിനകത്ത് മിക്സ് ചെയ്ത് ഇനി നമ്മൾ കറി വെക്കാൻ ഉപയോഗിക്കുന്ന
മത്തി ഈ ഒരു മസാലക്കൂട്ടിലിട്ടിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി കുറച്ച് നേരം വെക്കണം കേട്ടോ. കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും വെക്കുക, അല്ലെങ്കിൽ കുറഞ്ഞൊരു 10 മിനിറ്റെങ്കിലും. ഒട്ടും ടൈമില്ലാത്തവരാണെങ്കിൽ ഒരു 10 മിനിറ്റെങ്കിലും വെക്കണം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു അരമണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, നമ്മളെ മത്തിയിലേക്ക് എല്ലായിടത്തേക്കും ഈ മസാല ഈവനായിട്ട് അങ്ങ് ആവട്ടെ കേട്ടോ. ഉപ്പും കുരുമുളകും ആ ഒരു എന്താ പറയുക, ഇതിൻ്റെ ഈ ഒരു മസാലക്കൂട്ടിൻ്റെ ഫ്ലേവർ തന്നെ നമുക്ക് പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ വെളുത്തുള്ളിയും പിന്നെ ചുവന്നുള്ളിയും കറിവേപ്പിലേൻ്റെ ഈ ഒരു എന്താ പറയുക, നമ്മൾ വറുത്ത് പൊടിച്ച ഉലുവയും എല്ലാം കൂടി വരുമ്പോഴത്തേക്കും ഈ ഒരു പെരിഞ്ജീരകവും എല്ലാം കൂടി ചേർന്നൊരു അതിഗംഭീരമായിട്ടുള്ളൊരു സ്മെല്ലാണ് കേട്ടോ ഈ ഒരു മസാലയ്ക്ക് തന്നെ. ഈ ഒരു മസാലയിൽ തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേക തരം. നമ്മൾ സാധാരണ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി അങ്ങനെയാണല്ലോ ചേർക്കുന്നത്. അപ്പോൾ അത് നമ്മൾ മീൻ ഇവിടെ നമ്മൾ തിരുമ്മി വെച്ച് കഴിഞ്ഞു കേട്ടോ. ഇനി ഇതിവിടെ മാറ്റി വയ്ക്കാം. അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കൂട്ടുകളെല്ലാം കൂടി ഇനി കറി വെക്കാനായിട്ടുള്ള വേറൊരു ചട്ടിയിൽ നമുക്കതെല്ലാം ഇതൊന്ന് റെഡിയായി മസാലയൊക്കെ ഒന്ന് പിടിച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് കറി വെക്കാൻ ആവശ്യമുള്ളൊരു ചട്ടി എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഈ കുടംപുളീൻ്റെ നീര് ഇതിലേക്ക് എടുത്തെങ്കിൽ കൂടി ആ കുടംപുളി കളയണ്ട കേട്ടോ, അത് ആവശ്യം വരും. അത് നമ്മൾ എടുത്ത് വയ്ക്കുക. തീ കത്തിക്കാൻ ഞാൻ ആദ്യം വിറകൊക്കെ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതൊക്കെ നന്നായിട്ട് ഇതേ കത്തി വന്നു കേട്ടോ. നമ്മൾ മസാലയൊക്കെ ഒന്ന് മീനിൽ പിടിച്ച് വന്നപ്പോഴത്തേക്കും തിരുമ്മി വെച്ചപ്പോഴത്തേക്കും തീ കത്തി. നമുക്ക് കറി വെക്കാൻ ആവശ്യമുള്ളൊരു ചട്ടി വെച്ച് കൊടുക്കുക. നമ്മൾ ആവശ്യത്തിനുള്ള എണ്ണ, പക്ഷേ ഇത് നാടൻ കറി ആയതുകൊണ്ട് തന്നെ ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർക്കുന്നതായിരിക്കും നല്ലത്. ഞാനിവിടെ ഒരു 2 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി എണ്ണ നന്നായിട്ടൊന്ന് ചൂടാവുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ചൂടായി കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതേ കടുക് ഞാൻ വെളിച്ചെണ്ണയിൽ മുക്കിയ സ്പൂൺ ആയതുകൊണ്ട് തന്നെ കടുക് പോകുന്നില്ല. അപ്പോൾ അത് ഇങ്ങനെ നാക്കി കൊടുക്കുവാണ്. അപ്പോൾ ഈ കടുകൊന്നും പൊട്ടി വരട്ടെ, ഇതൊന്ന് കരിഞ്ഞു പോകല്ലേ കേട്ടോ. കടുക് ഇതേ നന്നായിട്ട് പൊട്ടി വന്നപ്പോഴത്തേക്കും നമ്മളതിലേക്ക് കുഞ്ഞുള്ളി മുഴുവനായിട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. കുഞ്ഞുള്ളി നിർബന്ധമാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാനിതിന് പേര് തന്നെ പറഞ്ഞത് കുഞ്ഞുള്ളി മത്തിന്ന് കേട്ടോ. നമ്മളെ സാധാരണ വെക്കുന്ന മത്തിക്കറിയിൽ നിന്ന് എൻ്റർലി ഡിഫറെൻ്റാണ്. എന്തായാലും മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മൾ കുഞ്ഞുള്ളി ഒന്ന് ചെറുതായിട്ട് വാടി വന്നപ്പോഴത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. പച്ചമുളകും കുഞ്ഞുള്ളിയും കൂടി ചേർന്നിട്ട് നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ കേട്ടോ. വേണമെങ്കിൽ ഇതിലേക്ക് നമുക്ക് ഈ സമയത്ത് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയൊക്കെ ഇടുന്നതിനനുസരിച്ച് ഇതിൻ്റെ ടേസ്റ്റ് നല്ല എന്താ പറയുക നന്നായിട്ട് കൂടി വരുവുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കറിവേപ്പില നമ്മളെ സൗകര്യത്തിനനുസരിച്ചുള്ളവരാണെങ്കിൽ അതിനനുസരിച്ച് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം കറിവേപ്പില എടുത്ത് വെക്കുന്നൊരു വീഡിയോ പിന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു, എത്ര നാളും വാടാതെ വെക്കുന്നത്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഷോർട്സിലുണ്ടെന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഇത് കണ്ടല്ലേ, കറിവേപ്പില ഒത്തിരി നാളായിട്ട് സൂക്ഷിച്ച് വെച്ചിട്ട് ഇപ്പോഴും അതേ നല്ല ഇതിപ്പോൾ ഞാൻ കുറേ നേരം രാവിലെ തന്നെ എടുത്ത് പുറത്ത് വെച്ചുകൊണ്ടാണ് ചെറിയൊരു ഇത് വന്നിട്ടുള്ളത്. പക്ഷേ ഫ്രഷായിട്ട് ഇരിക്കുന്നത്, ഉള്ളിലിരിക്കുന്നത് നന്നായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മൾ പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി, കുഞ്ഞുള്ളി വാടിക്കഴിഞ്ഞപ്പോൾ തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തക്കാളി അതിലേക്ക് ഒരല്പം കല്ലുപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് ഈ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് ഈ പിന്നെ എന്താ പറയുക ഈ ഒരു കുഞ്ഞുള്ളിനോട് ചേർന്ന് വരട്ടെ കേട്ടോ. നല്ലോണം വെന്തുടഞ്ഞ് വരട്ടെ. നല്ലോണം ഉടഞ്ഞ് വരുമ്പോഴത്തേക്കും നമ്മളിതിലേക്കും വളരെ കുറച്ചളവിൽ മസാലപ്പൊടി ഇതിലേക്കും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കണ്ടില്ലേ, ഇപ്പം നമ്മുടെ തക്കാളിയൊക്കെ നല്ല വെന്ത് നല്ലോണം ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പിന്നെ നമ്മളുടെ എന്താണ് നേരത്തെ നമ്മൾ പിന്നെ കുടംപുളി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ ആ പുളി ഇതിലേക്ക് ഇടണം. പിന്നെ മല്ലിപ്പൊടി ഒരു 1/4 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ അളവിൽ പിന്നെ നല്ല എരിവുള്ള മുളക് പൊടിയും 1/4 ടീസ്പൂൺ അളവിൽ നമ്മളുടെ എന്താ പറയണ്ടേ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ പിന്നെ മല്ലിപ്പൊടിയും കൂടി ഇതിലേക്ക് ഞാൻ മസാലയിലേക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ. അത് നന്നായിട്ട് വെളിച്ചെണ്ണയിൽ കിടന്നൊന്ന് മൂത്ത് വരട്ടെ. മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ മാറ്റി വെച്ച പുളിവെള്ളം നമ്മൾ മസാലയിലേക്ക് മിക്സ് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതിലുണ്ടായിരുന്ന കുടംപുളി ഉണ്ടല്ലോ, ആ 3 പീസ് പുളിയും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുവാണ് കേട്ടോ. ഇത് കണ്ടില്ല, ആ പുളി കളയേണ്ട ആവശ്യമില്ല. ആ 3 പീസ് പുളിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ കേട്ടോ. ഞാനിപ്പോൾ മൺചട്ടിയിൽ വെച്ചിട്ട് നമ്മളെ വിറകടുപ്പിൽ വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കത്തിക്കാനൊക്കെ സൗകര്യമുള്ളവരാണെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് പാചകം ചെയ്ത് നോക്കൂ കേട്ടോ. നമ്മൾ എന്താ പറയുക പെട്ടെന്ന് ഗ്യാസിലൊക്കെ വെച്ച് പാചകം ചെയ്യുന്നതിനെക്കാട്ടി അടിപൊളിയാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, ഇപ്പം നമ്മളിതേ തിരുമ്മി വെച്ചിരിക്കുന്ന മീനിലേക്ക് മസാലയൊക്കെ പിടിച്ച് നല്ല ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അത് ഇവിടെ നമ്മളെ പിന്നെ എന്താ പറയുക വെക്കാനുള്ള കുഞ്ഞുള്ളി മത്തി വെക്കാനുള്ള ചട്ടി കിടക്കുന്ന മസാല നല്ല ഗംഭീരമായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അത് കണ്ടില്ലേ, ഇനി ഇത്ര മതി. ഇനി ഇതിലേക്ക് നമ്മൾ ഇത് കണ്ടോ, നമ്മൾ മസാല പുരട്ടി വെച്ചിരിക്കുന്ന മത്തികളെല്ലാം ഇതിലേക്കൊന്ന് നിരത്തി ഒന്ന് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇത് കണ്ടില്ലേ എല്ലാ വശത്തും അടിയിൽ നമ്മൾ ആ ഫില്ലിങ്സ് മസാല ഉണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ
പുരട്ടി വെച്ചിരിക്കുന്ന എല്ലാം മത്തി. അപ്പോൾ മത്തിയിലേക്ക് നല്ല എരിവും നമ്മൾ ആ ചേർത്ത് വെച്ചിരിക്കുന്ന മസാലകളെല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. കാരണം അരമണിക്കൂറോളമായി ഞാനത് വെച്ചിട്ട്. ഇത് കണ്ടോ, മുഴുവൻ മത്തി ഞാൻ ഇട്ട് കൊടുത്തു. ഇത് കണ്ടോ, തിള വന്നു. ഇപ്പം തന്നെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം ഊറി വരുന്നുണ്ട് കേട്ടോ. ഈ മത്തീൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം ഊറി വരുന്നുണ്ട്. പിന്നെ നമുക്ക് പുളിവെള്ളം നേരത്തെ മസാല മിക്സ് ചെയ്തതിൻ്റെ ബാക്കി ഉണ്ടെങ്കിൽ അതും കൂടി ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഒരല്പം കൂടി ചൂടുവെള്ളം കൂടി ചേർത്ത് ഒരു കറിവേപ്പില ഇട്ട് മൂടി വയ്ക്കുകയാണ് കേട്ടോ. ഇനി വളരെ കുറച്ച് അളവിലാണ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളത്, വളരെ കുറച്ച്. കാരണം ഈ ഒരു മത്തി നന്നായിട്ട് നമ്മൾ മൂടി വെച്ച് വേവിച്ച് കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം വരും കേട്ടോ. കുറച്ചും കൂടി ചാറ് ഇതിനകത്തേക്ക് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒത്തിരി ചാറ് ചേർത്ത് കൊടുക്കണ്ട. നമ്മൾ സാധാരണ വെക്കുന്ന മത്തിക്കറീനെക്കാട്ടി ഒരു കുറുകിയൊരു ചാറോട് കൂടിയൊരു കറിയാണ് കുഞ്ഞുള്ളി മത്തിക്കറി കേട്ടോ. ഇത് കണ്ടില്ലേ. അപ്പോൾ ഇത് നമ്മൾ കുറച്ച് നേരം അടച്ച് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതുണ്ടോ, വെള്ളമൊക്കെ അതിൻ്റെ ഉള്ളിൽ നിന്ന് മത്തിയിൽ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ വളരെ ചെറിയൊരളവിൽ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു നമ്മൾ ആ വറുത്ത് പൊടിച്ച ഉലുവേൻ്റെ ഫ്ലേവറും അതുപോലെ ആ പെരുംജീരകമൊക്കെ വളരെ കുറവേ ചേർക്കാൻ പാടുള്ളൂ കേട്ടോ. വളരെ ചെറിയൊരു ടേസ്റ്റ് മാത്രമേ ഇതിന് പെരുംജീരകത്തിൻ്റെ കിട്ടേണ്ടതുള്ളൂ. അപ്പോൾ ആ ഒരു രുചിയെല്ലാം വന്ന് നല്ല ഗംഭീരമായിട്ടുള്ള നമ്മുടെ കുഞ്ഞുള്ളി മത്തിക്കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഇതുവരെ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹം. ഒരുപാട് വീഡിയോസുമായിട്ട് ഞങ്ങൾ ഇനിയും വരുന്നതായിരിക്കും. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹം. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു ഓൾ.